വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗം. പ്രിയപ്പെട്ടവരേറെ സന്തോഷത്തോടെ ഞാൻ അനുസ്മരിക്കുന്ന ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആദ്യമായി കാണാപ്പാഠം പഠിച്ച തിരുവചന ഭാഗം ഈ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 16-ാമത്തെ തിരുവചനമാണ്. അതെന്നെ പഠിപ്പിച്ചത് ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്ററാണ്. കുഞ്ഞുനാളിൽ തൊട്ടടുത്ത വീട്ടിൽ നടന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വളരെ അവിചാരിതമായിട്ട് പങ്കെടുക്കാൻ ഇടയായത്. അവിടെ വെച്ച് ഒരു തിരുവചനമെന്ന് മനസ്സിൽ കോറിയിടാൻ തോന്നിയ ഒരു വചനം. പിന്നീട് വചനങ്ങളേറെ പഠിച്ചുവെങ്കിലും ബൈബിളേറെ പഠിച്ചുവെങ്കിലും മനസ്സിൽ ഇന്നും ഓർമ്മ കെടാതെ നിറം മങ്ങാതെ നിൽക്കുന്ന നന്മയുള്ള ഒരു വചനം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം സ്നേഹിച്ചത് ലോകത്തെ മുഴുവനല്ല, ദൈവം സ്നേഹിച്ചത് തന്നിൽ വിശ്വസിക്കുന്നവരെയാണ്. തൻ്റെ ഏകജാതൻ ഈ ലോകത്തിലേക്ക് സുവിശേഷ ദൂതുമായി കടന്നു പോകുമ്പോൾ അവൻ്റെ വചനം കേട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവനും ദൈവത്തെ ചേർത്ത് പിടിക്കുന്നവനും മാത്രമാണ് ദൈവസ്നേഹത്തിൻ്റെ ഉടമകളാകാൻ, ദൈവസ്നേഹം അനുഭവിക്കാൻ അവിടുന്ന് ഇടയൊരുക്കും. അവരെ നിത്യജീവനിലേക്ക് ആനയിക്കാൻ സുപുത്രനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം എനിക്കായി അവനെ സ്വപുത്രനെ അയച്ചതിലൂടെയാണ് വെളിപ്പെടുക. ഏകജാതനെയാണ് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് മനുഷ്യാവതാരത്തിന് വിട്ടുകൊടുക്കുക. മനുഷ്യനായി കടന്നു വന്നവൻ വചനപ്രഘോഷണത്തിലൂടെ അനേകരെ തൻ്റെ പ്രിയപ്പെട്ടവരാക്കി മാറ്റി, വിശ്വസ്തരാക്കി മാറ്റി. ആ വിശ്വാസം നമുക്ക് ദൈവത്തോട് ഉണ്ടാകുമ്പോൾ മാത്രമാണ് രണ്ട് കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് തീരുക. ഒന്ന്, ക്രിസ്തുവിൻ്റെ ജനനം എൻ്റെ ഹൃദയത്തിൻ്റെ പുണ്യമായി മാറണമെങ്കിൽ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിൻ്റെ സാഹല്യകതയായി മാറണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസമാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. എൻ്റെ ദൈവത്തിൽ എത്രമാത്രം ആഴമായ ബോധ്യത്തോടെ വിശ്വാസം അർപ്പിക്കുന്നു, അവിടെ മാത്രമേ എൻ്റെ ദൈവത്തിന് എനിക്കായി രക്ഷയാകാൻ സാധിക്കൂ, എൻ്റെ ദൈവത്തിന് എനിക്കായി രക്ഷകനായി ഭോജാതനാകാൻ സാധിക്കൂ, എൻ്റെ ദൈവത്തിന് എന്നെ വീണ്ടെടുക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം നാം ചിന്തിക്കേണ്ടത്, തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകരുത് എന്നാഗ്രഹിക്കുന്ന ഒരു പരമപിതാവ് നമുക്കുണ്ട് എന്നതും അവൻ ഏകജാതനെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ വീണ്ടെടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുമാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒരിക്കലും സംഭവിച്ച് തീർന്നു പോയ കാര്യമല്ല. ഇന്നലെയും ഇന്നും നാളെയും സഭയുടെ മക്കളായിട്ടുള്ളവർക്കെല്ലാം ഈ രക്ഷ സംജാതമാകാൻ ദൈവം ഇടയാക്കും. അവിടുന്ന് സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഇന്നലകളിൽ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി മാത്രമല്ല, ഇനിയും സഭയുടെ മക്കളായി വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അവൻ ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ ചേർത്ത് പിടിക്കാൻ, അവനിൽ വിശ്വസിച്ചില്ല എങ്കിൽ അവൻ എനിക്ക് നിത്യജീവൻ നൽകില്ല എന്ന തിരിച്ചറിവോടുകൂടി വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ട് തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. കാണാപ്പാഠം പഠിക്കാൻ നമുക്ക് ഈ തിരുവചനം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.